നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഫോബിയ. എന്താണ് ഭയത്തിനുള്ള കാരണങ്ങൾ? ഈ ഭയം മൂലം നിത്യജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക ലൈഫിലുമെല്ലാം പലതര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് ഭയവും കാരണങ്ങളും പരിഹാരവും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ വിജെ ഇക്കിഗായ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലെ സൈക്കോളജിസ്റ്റ് മിനി. മാം നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഭയം, അത് എല്ലാവരിലും ഉണ്ട് ഭയം. പക്ഷേ ചിലരിൽ അത് അമിതമായിട്ട് നമുക്ക് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത വിജയം എന്നത് പലപ്പോഴും സാധ്യമാകാതെ പോകാറുണ്ട്. അപ്പോൾ എന്താണ് ഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാം? ഭയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. നോർമൽ ലൈഫിൽ എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ ഉണ്ടായിരിക്കും. ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്കൊന്നിനോടും ഭയം ഇല്ലാതിരുന്നാൽ നമ്മൾ പലതും എടുത്തുചാട്ടത്തിൽ കൂടെ കാര്യങ്ങൾ നടത്തും. പക്ഷേ ഈ ഭയം അതിൻ്റെ ഒരു ലിമിറ്റ് വിട്ട് അത് നമ്മളുടെ ആരോഗ്യത്തെയും അതുപോലെ നമ്മളെ ബ്രെയിനിനെയും ബാധിക്കുമ്പോൾ അത് ഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അതായത് ഒരു ഫോബിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഭയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകതയുള്ള ഒരു സാഹചര്യമാവാം, ഒരു വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജീവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അകാരണമായിട്ടുള്ള ഒരു ഭയം ഒരു വ്യക്തി പ്രദർശിപ്പിക്കുകയാണ്. ആ ഭയത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഭയം എന്ന് പറയുന്ന ആ ഫോബിയ, അത് ഒരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന അപകടം, അതിനെങ്ങനെ ഒരു വ്യക്തി പ്രതികരിക്കുന്നു അതിനേക്കാൾ ഒരുപാട് ഇരട്ടിയായിരിക്കും ഫോബിയ ഉള്ള ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഉള്ള ഭയത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോഴാണ് അത്തരത്തിലുള്ള ഭയത്തെ നമ്മൾ ഫോബിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാം, ഭയത്തിൽ തന്നെ പലതരത്തിലുള്ള ഭയമുണ്ട്. ചിലപ്പോൾ നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വസ്തുവിനെ കണ്ടാലാവാം, അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട്. എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇന്ന് സൈക്കാട്രിയിലെ ഒരുപാട് തരത്തിലുള്ള ഫോബിയാസിനെ പലതരത്തിലുള്ള റിസർച്ച് വഴി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ചില ഫോബിയാസ് എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് നായ, പൂച്ച ഇങ്ങനെയുള്ള ജീവികളെ വളരെയധികം ഭയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈനോഫോബിയ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഹൈറ്റിൽ ഉള്ള സർഫസുകളിലേക്ക് കയറാനും ഹൈറ്റിന് ഭയങ്കര ഭയമായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ അക്രോഫോബിയ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതുപോലെ ഇൻസെക്റ്റുകൾ, അതായത് പല്ലി, പാറ്റ, പിന്നെ ചെറിയ ജീവികൾ, വണ്ട്, ഉറുമ്പ്, ഇങ്ങനെയുള്ള ജീവികളോട് വല്ലാത്ത ഭയം ഉണ്ടായിരിക്കും. ചില ആളുകളിൽ പാമ്പുകളോടായിരിക്കും ഭയങ്കര ഭയം. അക്രോനോഫോബിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് വെള്ളം, അത് വളരെയധികം ഭയം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വെള്ളം ഏതായാലും കിണറായാലും അതുപോലെ കുളം, കടൽ, ഇതിനെല്ലാം അവർക്ക് ഭയമായിരിക്കും. അതിനെ അക്വാഫോബിയ എന്ന് പറയും. ചില ആളുകൾക്ക് ഇടുങ്ങിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ നിൽക്കാൻ ഭയങ്കര ഭയമായിരിക്കും. അതിനെയാണ് ക്ലസ്ട്രോഫോബിയ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ഇടുങ്ങിയ റൂമിൽ, അതുപോലെ ബാത്റൂമുകൾ, ഇതെല്ലാം ഇവർക്ക് ഭയമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇരുട്ടിനെ ഭയമുള്ള ആളുകളുണ്ട്. അതിനെയാണ് നമ്മൾ നൈട്രോഫോബിയ എന്ന് വിളിക്കുന്നത്. ചില ആളുകളിൽ ചില പ്രത്യേക ശബ്ദങ്ങളോട് വളരെയധികം ഭയം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഫോണോഫോബിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോണോഫോബിയ ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഉച്ചത്തിലുള്ള ശബ്ദം, ചില ജീവികളുടെ ശബ്ദങ്ങൾ, അതുപോലെ ട്രെയിൻ, ഫ്ലൈറ്റ്, അങ്ങനെയുള്ള ശബ്ദങ്ങൾ, സൈറൻ, ആംബുലൻസ്, ഇവയുടെ ശബ്ദങ്ങൾ അവർക്ക് ഭയങ്കര ഭയമായിരിക്കും. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇരുട്ട്, ഈ നൈട്രോഫോബിയ ഉള്ള വ്യക്തികൾ ഇരുട്ടത്ത് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫോബിയാസ് നിലവിലുണ്ട്. ചിലർക്ക് ചില നിറങ്ങളോടായിരിക്കും ഭയം ഉണ്ടാവുക. അങ്ങനെ പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. ഇപ്പോൾ ഭയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് എല്ലാവരിലും ഉള്ളിൽ ഉള്ളതാണ് ഭയം എന്നുള്ള ഒരു അവസ്ഥ. പക്ഷെ അത് അമിതമാവുമ്പോഴാണ്
അതൊരു പ്രതിസന്ധിയായിട്ട് മാറുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അമിതമായിട്ടുള്ള ഭയം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മാം? അതായത് 3 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഒരു ഫോബിയ പേഷ്യൻറ്റിന് കാണപ്പെടുന്നത്. ഒന്നാമത് വരുന്നത് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. അതായത് ഇവരിൽ കൂടുതലായിട്ടും ഒരു തലകറക്കം, അതുപോലെ ഛർദി, ഹാർട്ട് ബീറ്റ്, നെഞ്ചിടിപ്പ് കൂടുക, അതുപോലെ ശ്വാസ തടസ്സം ഉണ്ടാവുക, പാനിക് ആവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഫിസിക്കലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ, അതായത് വൈകാരികമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. അതായത് ഇവരിൽ കഠിനമായ ഉത്കണ്ഠ, എല്ലാ കാര്യങ്ങളോടും അത്രമാത്രം ഉത്കണ്ഠയായിരിക്കും ഈ തരം വ്യക്തികൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിഹേവിയറലായിട്ട് ഇവരുടെ പെരുമാറ്റത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാവും. ഒരു നോർമൽ വ്യക്തി പെരുമാറുന്ന പോലെ ഒരിക്കലും ഒരു ഫോബിയ ഉള്ള വ്യക്തിക്ക് പെരുമാറാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും ഇവരുടെ ബിഹേവിയർ റെസ്റ്റ്ലെസ് ബിഹേവിയർ ആയിരിക്കും. കാരണം ഇവർക്ക് ഭയത്തിന് കാരണമായ വസ്തുക്കൾ എവിടെയെങ്കിലും ഉണ്ടോ, അതിനെ ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ള ഭയം ഇവരെ ലൈഫ് ലോങ് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ഇങ്ങനെ 3 ലക്ഷണങ്ങളാണ് ഒരു വ്യക്തി ഫോബിയ ഉള്ള പേഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അമിതമായിട്ടുള്ളൊരു ഭയം ഉണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടോ? സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്. കാരണം നമ്മൾ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീക്ക്നെസ്, നമ്മൾ എവിടെയാണ് വീക്ക്, അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പലപ്പോഴും പല വ്യക്തികൾക്കും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഇനി അവരെ തിരിച്ചറിയുകയാണെങ്കിൽ തന്നെ അതൊരു കുറവല്ലേ, അപ്പോൾ അത് മാക്സിമം ഹൈഡ് ചെയ്യാനുള്ള ഒരു പ്രവണത വ്യക്തികളിൽ കാണും. അതുകൊണ്ട് തന്നെ സ്വയം ഇത് തിരിച്ചറിയാനായിട്ടുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവരുടെ അടുത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും ഈ ഒരു വ്യക്തിയിൽ ഇത്തരത്തിലുള്ള ഒരു ഫോബിയ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അതൊരു ഭയമായിട്ട് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെല്ലാമാണ് അതിനുള്ള കാരണങ്ങൾ? ഒരു ഭയം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം? അത് ഫോബിയ വരാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. അതായത് ആദ്യം വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്കലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ വസ്തുവിനോട് ഒരു ഫോബിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജനറേഷന് അത് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഇത്തരത്തിലുള്ള ഫോബിയാസ് പലതും വരും. അതായത് നമ്മളിലെ ധൈര്യം എന്ന് പറയുന്ന അവസ്ഥയെ, അത് ധൈര്യം നമ്മളെ തോന്നിപ്പിക്കുന്നത് ചില ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അതായത് അഡ്രിനാലിൻ, ടെസ്റ്റോസ്റ്റോൺ, അങ്ങനെ കോർട്ടിസോൺ തുടങ്ങിയ ഹോർമോണുകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചുകൾ, അത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചിലപ്പോൾ ബോഡി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചേക്കാം, അതല്ലെങ്കിൽ അത് പര്യാപ്തമായ അളവിൽ അതിൻ്റെ ഉൽപ്പാദനം നടക്കാതെയും ഇരിക്കും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ഫോബിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളായിരിക്കും. അതായത് ആ ഒരു ചുറ്റുപാടിൽ ചില കഥകൾ, നമ്മൾ പലപ്പോഴും പല പ്രേതകഥകളും അങ്ങനെയുള്ള കഥകൾ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ ആരും അറിയാതെ തന്നെ ഒരു തരത്തിലുള്ള ഭയം ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ അതും ഫോബിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് പിന്നീട് അത് ഫോബിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യപ്രായത്തിൽ ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരു നായ കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ആ ഇൻസിഡൻറ്റ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് റീകോൾ ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിലൊരു ഭയം എന്നുള്ള ആ ഒരു ഫാക്ടറിനെ വിട്ട് ഫോബിയ എന്നുള്ളൊരു ഫാക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഒരു ഫോബിയ ഒരു വ്യക്തിക്ക് വരാനുള്ള
പ്രധാന കാരണങ്ങളായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ഭയവും അധികമായാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിലായാലും അല്ലെങ്കിൽ ഔദ്യോഗിക ലൈഫിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഭയം മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഭയം എന്നത് നമ്മുടെ ലൈഫിനെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഫോബിയ നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ, അതുപോലെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹൈറ്റ് ഭയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കരിയറിൽ അദ്ദേഹത്തിന് ഉയർന്നു പോകാനായിട്ട് സാധിക്കില്ല. അത് ഈ ഒരു ഫോബിയ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമായിരിക്കാം ഐഡൻറ്റിഫൈ ചെയ്തു വരുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഒരു എക്രോഫോബിയ, അതായത് ഒരു സൊസൈറ്റിയെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു വ്യക്തിക്കുണ്ട്. അതായത് ഒരു 10ൽ കൂടുതലുള്ള ആളുകളെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ചില വ്യക്തികളിൽ ഭയങ്കര ഭയമായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ടീച്ചിങ് കരിയർ തിരഞ്ഞെടുക്കുകയാണ്, അതല്ല വേറെ എന്തെങ്കിലും, ഇപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിലാവാം, കോർപ്പറേറ്റ് ലെവലിലായിരിക്കാം, ഇത്തരത്തിലുള്ള ജോലികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് അദ്ദേഹത്തിൽ വളരെയധികം സ്ട്രെസ് ഫാക്ടർ ഉണ്ടായിരിക്കും. കാരണം വ്യക്തികളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസമുണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരുപാട് വലിയ ബിൽഡിങ്ങിലൊക്കെ എന്തെങ്കിലും ജോലികൾ കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടെങ്കിൽ, അതായത് ഇടുങ്ങിയ സർഫസിൽ നിൽക്കാനുള്ള ഒരു ഭയം, അതുപോലെ എക്രോഫോബിയ എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് പോകാനുള്ളൊരു ഭയം, ഇത് രണ്ടും കൂടി അസോസിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ജോലി ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹൈറ്റിൽ പേടിയാണ്, അതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങൾ പേടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ലിഫ്റ്റിൽ പോകാനായിട്ട് പറ്റില്ല. അദ്ദേഹം അപ്പോഴേക്കും പാനിക്കായി അത് ആ ഒരു ഫോബിയയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രദർശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. ഒരു മാനസിക സമ്മർദ്ദം, അതായത് ഈ ഒരു അമിത ഭയം, അതൊരു മാനസിക രോഗമായിട്ട് കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഫോബിയ, എല്ലാ തരത്തിലുള്ള ഫോബിയാസും മാനസികമായിട്ട് വരുന്ന അസുഖങ്ങൾ തന്നെയാണ്. വ്യക്തമായിട്ടുള്ള ചികിത്സാ വിധിയിലൂടെ ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നായ അങ്ങനെയുള്ള സാധനങ്ങളോട് ഭയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫീൽഡ് വർക്കുള്ളൊരു ജോലിയാണ് കിട്ടിയിട്ടുള്ളത്, ഔട്ട്സൈഡ് വർക്കാണെങ്കിൽ ഇദ്ദേഹത്തിന് അതിലൊരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് നായ വരുന്നത് എന്നുള്ള ആ ഒരു തോട്ടായിരിക്കും അദ്ദേഹത്തിന്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ശ്രദ്ധ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ് ഇന്ന് പല മാനസിക അസുഖങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മാനസിക രോഗം തന്നെയാണ്. അതിന് ചികിത്സാവിധികൾ യഥാസമയം തേടേണ്ടത് അത്യാവശ്യമാണ്. ചിലരിൽ ചെറിയ കുട്ടികളിൽ മുതൽ ഉണ്ടാകുന്ന അവരുടെ മനസ്സിൽ കയറുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്ത പിന്നീട് അവർ മുതിരും തോറും ആ ഒരു ഭയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലൊക്കെ ഭയപ്പെടുത്താറുണ്ട്, അവർ കുറുമ്പ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ. പക്ഷേ അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി പിന്നീട് കുട്ടികളോട് ആ ഒരു സമയത്ത് മുതിർന്നവർ പറയുന്ന ഇത്തരം ഭയപ്പെടുത്തൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ ഭയമായിട്ട് മാറാൻ ഒരു കാരണമാകുന്നില്ല. തീർച്ചയായിട്ടും ചെറിയ കുട്ടികളെ പലതും പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തും. കാരണം ചില കാര്യങ്ങൾ കുട്ടികൾ അനുസരിക്കാൻ വേണ്ടിയാണ് മുതിർന്ന ആളുകൾ പലതും പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി കുട്ടി കറക്റ്റായി ചെയ്യാൻ വേണ്ടി ഇത് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രേതം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഹൊററായിട്ടുള്ള സ്റ്റോറീസ് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികളിൽ ഭയം വർദ്ധിപ്പിക്കാനായിട്ട് ഇടവരുത്തും. അത് കുട്ടി വളരുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ഹോർമോൺ ലെവലുകളും അങ്ങനെ തന്നെ വളരും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾ പല കാര്യങ്ങളോടും, ശബ്ദത്തിനോട്, അതുപോലെ ജീവികളോട്, കൂടുതലും ഇത്തരത്തിലുള്ള ഈ ഹൊററായിട്ടുള്ള സ്റ്റോറീസൊക്കെ കാണുമ്പോൾ വവ്വാലിനോട് വല്ലാത്തൊരു ഭയം പല
പല ആളുകൾക്കും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനും രാത്രി കാലങ്ങളിൽ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഒരുപാട് ഫോബിയാസ് ഇത്തരത്തിലുള്ള രീതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫോബിയാസ് ആ കുട്ടിയുടെ ലൈഫിൽ അസോസിയേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അത് മാതാപിതാക്കളും അതുപോലെ മുതിർന്ന ആളുകളും കറക്റ്റായിട്ട് അതിനെ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള സ്റ്റോറികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെയധികം കുറവാക്കണം. കുട്ടിയിൽ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ വളർത്താൻ പാടുള്ളതല്ല. ഇപ്പോൾ ഭയം ഇന്ന ഒരു സ്ഥലത്തിനോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് ഭയമാണെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പലർക്കും സംശയം. ആ ഭയമാണ്, അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നറിഞ്ഞാൽ പോലും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാനിക് ആവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഭയം എങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്? തീർത്തും ഫോബിയ എന്ന് പറയുന്നത് ഒരു മനോരോഗം തന്നെയാണ്. അപ്പോൾ അതിന് നിലവിലുള്ള ചികിത്സാ വിധികൾ തുടരുക തന്നെയാണ് വേണ്ടത്. പിന്നെ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം. അതായത് ഭയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികളെ പോസിറ്റീവ് ചിന്തയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരുപാട് തെറാപ്പികൾ ഇന്ന് നിലവിലുണ്ട്. അതിലൊന്നാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഒരു തെറാപ്പി ഒരു വ്യക്തിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഉന്മൂലനം ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെയാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നതും. ഇത് 2 തരത്തിലുള്ള തെറാപ്പികളാണ് ഇന്ന് ഫോബിയയുള്ള വ്യക്തികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് ഇതിന് വളരെയധികം സ്ഥാനമുണ്ട്. വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇതിൽ എടുക്കേണ്ടതാണ്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഫോബിയ ആ വ്യക്തിക്കും സമൂഹത്തിനും നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ ലെവലുകൾ മാറിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കേണ്ടതുണ്ട്. നോർമലായി ഇന്നത്തെ ഒരു അവസ്ഥയിൽ കൂടുതലും ആൻറ്റി ഡിപ്രസീവ് ആയിട്ടുള്ള മെഡിസിനും അതുപോലെ ആൻറ്റി ആങ്ഷ്യസ് ആയിട്ടുള്ള മെഡിസിനാണ് ഫോബിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില അനുഭവങ്ങൾ, സമാനമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആളുകളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ, അവരുമായിട്ട് സംസാരിക്കാൻ, അതായത് ഇപ്പോൾ വെള്ളത്തെ ഭയമുള്ള ആളുകൾ തമ്മിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ചില അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇവർക്ക് ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു സാധ്യതയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് ഈ ഫോബിയയിൽ നിന്ന് വളരെയധികം ബോധവൽക്കരണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് നിലവിലുള്ള ചികിത്സാ രീതികൾ. പലപ്പോഴും ഭയം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് ചികിത്സ ചെയ്യാൻ പലർക്കും മടിയാണ്. കാരണം ഇതൊരു മനോരോഗം ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുമോ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് ചികിത്സിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഉള്ള ഭയം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് സങ്കീർണതയിലേക്ക് പോകാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ ഈ ഒരു അവസ്ഥയെ ചികിത്സയ്ക്ക് വിധേയമാക്കാതെ ഒരു വ്യക്തിയെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹം ഒന്നുകിൽ ഡിപ്രസീവ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒന്നിച്ച്, അതായത് ഒരു 5 മിനിറ്റ് ഒരു വ്യക്തി ഡിപ്രസീവ് ആണെങ്കിൽ അടുത്ത 5 മിനിറ്റ് ഇദ്ദേഹം ആങ്ഷ്യസ് ആയിരിക്കും. ഇങ്ങനെ ഡിപ്രഷനും ആങ്സൈറ്റിയും മാറി മാറി വരുമ്പോൾ അതിനെ സൈക്കാട്രിയിൽ ബൈപോളാർ ഡിസീസ് എന്ന് വിളിക്കും. അത് മലയാളത്തിൽ പറയുമ്പോൾ അത് ഉന്മാദാവസ്ഥ എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നായ അങ്ങനെയുള്ള സാധനങ്ങളോട് വല്ലാത്തൊരു ഭയമുണ്ട്, അതോടൊപ്പം തന്നെ നൈട്രോഫോബിയ, അതായത് ഇരുട്ടിനെയും ഭയമുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഇരുട്ടുള്ളൊരു സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഭയമായിരിക്കും. അതുപോലെ തന്നെ നായ വരുമോ എന്നുള്ള ആ ഒരു സൈനോഫോബിയയും അതുപോലെ നൈട്രോഫോബിയയും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ വരുമ്പോൾ ഇവർ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ നായയിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ട് ഓടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഓടുമ്പോൾ ഇവരൊരിക്കലും അതിലെന്തെങ്കിലും ഒരു അപകടം വരുന്നുണ്ടോ, അത് വണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെയിലിൻ്റെ അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ ഓടാനുള്ള സാധ്യതകൾ ഈ വ്യക്തികളിൽ കാണും. അത് അവരുടെ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കും തീർത്തും അപകടാവസ്ഥ തന്നെയാണ്. മാം, അമിതമായിട്ടുള്ള ചിന്തയാണോ യഥാർത്ഥത്തിൽ അമിത ഭയത്തിലേക്ക് വഴിവെക്കാനുള്ളൊരു കാരണം? അങ്ങനെ ഒരിക്കലല്ല, അമിതമായിട്ടുള്ള ചിന്തകളല്ല, ചില മുൻകാല അനുഭവങ്ങൾ. അതായത് ഇപ്പോൾ സൈക്കാട്രിയിൽ പറയുകയാണെങ്കിൽ PTSD എന്ന് പറയും, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ചെറിയ പ്രായത്തിൽ ഒരു ഇടിവെട്ട്, ഒരു ഭയം വന്നു ആ കുട്ടിയിൽ എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി ഇടിവെട്ടുമ്പോൾ ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ആ കുട്ടിയെ വല്ലാതെ അങ്ങോട്ട് സംരക്ഷിക്കുക, ഇടിവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ഇടിവെട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭയമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ നോർമലി ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ കുട്ടി വല്ലാതെ ഭയക്കാൻ തുടങ്ങും. ഉപബോധ മനസ്സിൽ കയറിയിരിക്കുന്ന ചില ധാരണകൾ ആണ് അമിത ഭയത്തിലേക്ക് വഴിവെക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഉപബോധ മനസ്സിലേക്കുള്ള ധാരണകൾ, അത് നമ്മൾ കുട്ടിയെ വളരും തോറും ആ ഒരു കാര്യം പറഞ്ഞ് ഭയപ്പെടുത്താൻ തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ ഒരിക്കലൊരു പട്ടി ഒരു കുട്ടിയെ ഓടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കുട്ടിയോട് പറയും പട്ടി വരും, കയറിയിരിക്കൂ എന്ന് പറയുമ്പോൾ കുട്ടിയിൽ നോർമലി പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയിൽ പട്ടി വരും എന്നുള്ള ഒരു ട്രിഗർ ഫാക്ടർ അവിടെ ഉത്ഭവിക്കാൻ തുടങ്ങും. അത് നോർമലി എപ്പോഴും ഭയത്തിലേക്ക് നയിക്കുകയും ആ ഭയം കൺവേർട്ട് ചെയ്ത് ഫോബിയ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കുട്ടി എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു അസുഖമായിട്ട് പരിണമിക്കും. ഇപ്പോൾ ഈ ഭയം ഉള്ളത് പോലെ തന്നെ ഒന്നിനെയും ഭയമില്ല എന്ന് പറയുന്നതും ഒരു മാനസിക രോഗമായിട്ട് കാണാൻ സാധിക്കുമോ? ഉണ്ട്. അതായത് ഭയമില്ലാത്തൊരവസ്ഥ, അതും ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വിഘാതമായിട്ട് തന്നെ നിൽക്കും. കാരണം ഒരു വ്യക്തിക്ക് ഒന്നിനോടും ഒരു ഭയമില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് അപകടങ്ങൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് നിൽക്കും. അത് നോർമലി ഒരു ഭയമില്ലാതെ പല കാര്യങ്ങളും അതിൻ്റെ കോൺസിക്വൻസ് അറിയാതെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ADHD എന്ന് പറയുന്ന രോഗാവസ്ഥ. അവർക്ക് ഒന്നിലും ഒരു ശ്രദ്ധയുണ്ടാവില്ല. അപ്പം എന്തും മനസ്സിൽ തോന്നുന്നത് എന്തും പ്രവർത്തിക്കാൻ തുടങ്ങും. അമിതഭയം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ചികിത്സിക്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അല്ലേ മാം? അതെ അതെ. ആരോഗ്യരംഗത്തിൻ്റെ സമയം ഇവിടെ ഇന്ന് കഴിയാറായി. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് അമിതഭയത്തെക്കുറിച്ചാണ്. അപ്പോൾ മാം വളരെ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഭയം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അത് അമിതമാവുമ്പോഴാണ് അത് വീണ്ടും ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ചികിത്സയും അനിവാര്യമാണ്. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.